ഫ്ലോട്ടിംഗ് ഡിവൈസ് രണ്ട് തരത്തിലാണുള്ളത്. എന്തൊക്കെയാണ് രണ്ട് തരം? ഒന്ന് സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസും ഒന്ന് ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസും. സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസിൽ പെട്ടതാണ് ലൈഫ് ബോയ്, ലൈഫ് ജാക്കറ്റ്, ഫ്ലോട്ടില തുടങ്ങിയ അതുപോലെ ബോട്ടുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്താണ് സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസിൽ ഉൾപ്പെട്ട സാധനങ്ങളാണ്. ബാക്കി നമ്മൾ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഫ്ലോട്ടിംഗ് ഡിവൈസിനെയാണ് ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇംപ്രവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് എന്തൊക്കെയാണ്? ഇതിന്റെ പേരെന്താണ് പറയൂ? ഡെറി ക്യാൻ. രണ്ട് ക്യാനും രണ്ട് കമ്പും കയറും ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഡെറി ക്യാനാണിത്. ഇതേപോലെ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ രീതിയിൽ നമ്മുടെ ഒരു നെഞ്ചിന്റെ അളവനുസരിച്ചാണ് ഇത് ഉണ്ടാക്കുക. നമുക്ക് വെള്ളത്തിൽ നീന്തി മുന്നോട്ട് പോകാൻ പറ്റും, പൊങ്ങിക്കിടക്കാൻ പറ്റും. ഒരു അപകട സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണിത്. അതേ ഉപയോഗം തന്നെയാണ് കുട ഉപയോഗിച്ചുണ്ടാക്കുന്നത്, പോട്ട് ഉപയോഗിച്ച്. പോട്ട് വാട്ടർ എയ്ഡ് എന്നാണ് ഇതിന്റെ പേര്. പോട്ട് വാട്ടർ എയ്ഡ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ പൊങ്ങിക്കിടക്കും, അത്യാവശ്യം നീന്തി നമുക്ക് പോകാൻ പറ്റും. ഇത് നമ്മൾ പോട്ട് ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കുന്ന പോട്ട് വാട്ടർ വിങ് ആണിത്. ഒരു കയറും നമ്മളിതിന്റെ വായ നന്നായി അടച്ച് മൂടി കെട്ടുന്നു. ഇതിലൊരു കയർ ഉപയോഗിച്ച് നമ്മൾ ഈ പോട്ട് വാട്ടർ വിങ് ഉണ്ടാക്കി ഈ നമ്മുടെ ചിറകുകൾ പോലെ ഇത് നിൽക്കും. വെള്ളത്തിൽ നമുക്ക് പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഓക്കെ, ഒരു ബാഗ്, നമ്മുടെ വീട്ടിൽ ബാഗ് ഉണ്ടാവും. ആ ബാഗിൽ നമുക്ക് ഇതുപോലെ ബോട്ടിലുകൾ നിറച്ചാലോ തെർമോക്കോൾ നിറച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് പിന്നെ നീന്തി പോകാൻ പറ്റും, അല്ലെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ പറ്റും. നമുക്കൊരാൾ വെള്ളത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് എറിഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ ഈ വെള്ളത്തിലേക്ക് കിടന്നാൽ നമുക്ക് അതിന് മുകളിൽ സുഖമായി കിടക്കാൻ പറ്റും. അല്ലെങ്കിൽ പുറത്തിടുകയാണെങ്കിൽ ഈ സെന്ററിലുള്ള സ്ട്രാപ്പ് കൂടി ഇട്ടാൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ബോട്ടിൽ ജാക്കറ്റ്, സാധാരണ നമ്മൾ വേസ്റ്റായി കളയുന്ന, ഏറ്റവും കൂടുതൽ നാട്ടിലുള്ള വേസ്റ്റാണിത്. വേസ്റ്റായി കളയുന്ന 1 ലിറ്ററിന്റെ 6, 7, 8 ബോട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ലിറ്ററിന്റെ ബോട്ടിലാണെങ്കിൽ 3, 4 ബോട്ടിലുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ വേസ്റ്റ് ഒഴിവാക്കി കിട്ടും, നമുക്ക് വളരെ വലിയ ഉപയോഗം ഉണ്ടാവുകയും ചെയ്യും. വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ക്യാൻ വാട്ടർ വിങ്, ഈ ചിറകുകൾ പോലെ തന്നെ ഇത് പിന്നെ നേരത്തെ നമ്മൾ പോട്ട് വാട്ടർ വിങ് പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണിത്. അതുപോലെ ഇത് തെർമോക്കോൾ ആണ് ചാക്കിൽ നിറച്ചിരിക്കുന്നത്. ഈ ചാക്കിൽ തെർമോക്കോൾ നിറച്ച വെള്ളത്തിലിട്ട് പൊങ്ങിക്കിടക്കും. നമുക്ക് ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്ക് അതിന്റെ മുകളിൽ പിടിച്ച് രക്ഷപ്പെടാനോ പിടിച്ച് കിടക്കാനോ സാധിക്കും. ഓക്കെ, അതേപോലെ ടയറും ട്യൂബും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന സംഗതിയാണ് ടയറിന്റെ ട്യൂബ്. ഇതുപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സൈഡിൽ പിടിച്ചിട്ടും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കും. അതേപോലെ നമുക്ക് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൂടുതൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു വലയും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ, നാളികേരം ഉണ്ടെങ്കിൽ, ആ നാളികേരം കൊണ്ട് നമുക്ക് കോക്കനട്ട് വാട്ടർ വിങ് ഉണ്ടാക്കാം. കോക്കനട്ട് വാട്ടർ വിങ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കും. ഒരു പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എല്ലാ മാർഗങ്ങളും അവലംബിക്കേണ്ടി വരും. നമുക്ക് ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ഡിവൈസ് ഉണ്ടാക്കി